നാല് മക്കളിൽ രണ്ടാമത്തതാണ് ഇവൻ. ഇവൻ്റെ പ്രത്യേകത, ഇവൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലം. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ വീട്ടുകാരിപ്പോൾ ഏറ്റവും അധികം അസ്വസ്ഥപ്പെടാനുള്ളൊരു കാരണം കോളേജിലെ ഏറ്റവും പ്രശ്നം പിടിച്ച സാഹചര്യങ്ങളിലൊക്കെ ഇവനുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ചില കൂട്ടുകെട്ടുകൾ, ചില വലിയ പ്രതിസന്ധികൾ, കോളേജിലുണ്ടായ പ്രശ്നങ്ങളിലൊക്കെ ഇവനും പങ്കുകാരനാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പക്ഷേ ഇവൻ്റെ മാതാപിതാക്കൾക്കാണെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഇവനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. ഇവൻ വീട്ടിലാണെങ്കിൽ എല്ലാം പറഞ്ഞതനുസരിക്കുന്ന, ചിട്ടയായിട്ട് ചെയ്യുന്ന ഏറ്റവും അനുസരണയുള്ള കുട്ടി. എന്നാൽ ഇവൻ കോളേജിൽ പോയാൽ വേറൊരു മുഖം. അതാണ് കോളേജിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ. എന്ന് വെച്ചാൽ ഇവൻ ചെന്നുപെടാത്ത പ്രശ്നങ്ങളില്ല. ഏത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ ഇവനൊരു പങ്കാളിയാണ്. ഇവൻ ചെയ്തു എന്ന് ചോദിച്ചാൽ ഇവൻ നേരിട്ട് അതിൽ ചെയ്തിട്ടില്ലെന്ന് പറയും. പക്ഷേ ആ കൂട്ടുകെട്ടിൽ ഇവൻ പെട്ടുപോയിട്ടുണ്ട്. ഇവൻ്റെ പഠനം പുറകിലേക്കായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇവൻ്റെ മാതാപിതാക്കളുടെ ആകുലത എന്ന് പറയുന്നത്, ഇവൻ ഞങ്ങളോട് പെരുമാറുന്നത് ഒരു രീതിയിൽ, ഇവൻ കോളേജിൽ പോയാൽ പെരുമാറുന്നത് വേറൊരു രീതിയിൽ. ഇവനോട് ഒറ്റയ്ക്കൊരു കാര്യം ചോദിച്ചാൽ ഇവന് പച്ചപ്പാവം. ഇവനോളം പാവം ലോകത്തിൽ വേറെ ആരുമില്ല. പക്ഷേ ഇവൻ കൂട്ടുകാരുടെ കൂടെ ചേർന്നാലോ വേറൊരു സ്വഭാവം. അപ്പോൾ ഇവൻ്റെ വീട്ടുകാരുടെ സംശയം, ഇവൻ എങ്ങനെ പെരുമാറാൻ പറ്റും? രണ്ട് തരം സ്വഭാവ പ്രത്യേകതകൾ. വീട്ടിലാണെങ്കിൽ പച്ചപ്പാവം. ഇനി ഇവൻ്റെ അധ്യാപകർക്ക് ഇവനെക്കുറിച്ച് പറയാനുള്ള കാര്യം തന്നെയാണ്, ഒറ്റയ്ക്കൊരു കാര്യം ചോദിച്ചാലോ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാലോ അവന് പേടിയാണ്, അവൻ ധൈര്യമില്ല. പക്ഷേ അവൻ ചില സമയത്ത് വളരെ പോസിറ്റീവായിട്ടാണ് കേട്ടോ ടീച്ചേഴ്സൊക്കെ, അധ്യാപകർ പറയുന്നത്. വളരെ പോസിറ്റീവായിട്ട് ഇവൻ ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ ചെയ്യുന്ന വളരെ ക്രിയാത്മകമായ കാര്യങ്ങൾ, ചില കലാപരമായ കാര്യങ്ങൾ എന്തു ഭംഗിയായിട്ട് അവൻ ചെയ്യുന്നത്. പക്ഷേ ഇവനോടൊരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാൻ പറഞ്ഞാൽ ഇവന് ധൈര്യമില്ല. അതുപോലെ തന്നെയാണ് ഇവൻ്റെ കൂട്ടുകെട്ടുകളുടെ കാര്യത്തിൽ, പ്രശ്നങ്ങളുടെ പ്രതിസന്ധി, ഇപ്പം എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പം അതിലും ഇവൻ പെട്ടുപോകുന്നുണ്ട്. എന്നാൽ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിച്ചാൽ ഇവനോളം പാവം വേറെ ആരും ഇല്ലതാൻ. വീട്ടുകാർക്ക് ഈ ഒരു സ്വഭാവത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർ പറയുന്നു, ഇവൻ ഇങ്ങനെ പോയാൽ ഒരു പക്ഷേ ഞങ്ങളുടെ മുമ്പിലൊക്കെ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഇവൻ ഞങ്ങളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാകും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആകുലതയാണ്. നിങ്ങൾക്ക് പറഞ്ഞു കേൾക്കുമ്പോൾ ഏതാണ്ടൊരു സാഹചര്യം മനസ്സിലാവും. വീടാണെങ്കിൽ വളരെ ചിട്ടയുള്ള വീട്, എന്ന് വെച്ചാൽ വളരെ കണിശമായിട്ട് വളർത്തുന്ന അപ്പനും അമ്മയും കുടുംബ സാഹചര്യങ്ങൾ. അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ മുമ്പിൽ ഇവൻ എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം ഇവൻ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം. കാരണം വീട്ടിലെ ഇവൻ എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു, കോളേജിൽ ചെല്ലുമ്പോൾ ഇവൻ അത് ചെയ്യാൻ സാധിക്കാതെ പോകും. എന്ന് വെച്ചാൽ ഒരു അനുസരണയുടെ ഒരു നിഷ്ഠയിൽ വളരുമ്പം ഇവനെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ ഉള്ളിൽ ചില ആത്മവിശ്വാസക്കുറവുകൾ സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീട്ടിൽ പറയാറുണ്ടെന്ന് പറഞ്ഞത്, അപ്പൻ പറയും ചിലപ്പം നിന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല, അതൊക്കെ മൂത്തോൻ അവനോട് പറഞ്ഞാൽ അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ചില സമയത്ത് അത്തരത്തിലുള്ള താരതമ്യങ്ങൾ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇവൻ്റെ ഉള്ളിൽ തന്നെ ഇവൻ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ എനിക്ക് വലിയ വിലയില്ല, എൻ്റെ ചേട്ടനാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരാൾ, ഞാൻ അത്ര ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഇവനും നല്ല കഴിവുണ്ട്. ഇവൻ്റെ വീടിൻ്റെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ, ഇവൻ്റെ ചേട്ടൻ്റെ പ്രത്യേകതകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവനും അതുപോലെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവൻ്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഇവൻ്റെ അപ്പച്ചൻ, അത്ര കണ്ട് ഇവനെ പ്രോത്സാഹിപ്പിക്കുന്ന ശീലമല്ല. അതുകൊണ്ട് തന്നെ ഇവനെക്കുറിച്ച് തന്നെ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാകാൻ സാധ്യത. പക്ഷേ ഇവൻ്റെ ധൈര്യം എന്ന് വെച്ചാൽ കൂട്ടുകാരുടെ കൂടെ കൂടിയാൽ എല്ലാം ഭംഗിയായിട്ട് ചെയ്യും. കാരണം അവർ ഓരോ ചെറിയ കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നു. ചിലപ്പോൾ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ഇവനാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പം വാസ്തവത്തിൽ ഇവൻ ചെറിയ ചെറിയ അഭിനന്ദനങ്ങൾ കിട്ടിയാൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. പക്ഷെ സംഭവിച്ചിരിക്കുന്നത് വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം കിട്ടുന്നില്ല എന്ന് വേണം കരുതാനായിട്ട്. അതുകൊണ്ട് തന്നെ കോളേജിൽ ഇവൻ പോകുമ്പം ഒറ്റയ്ക്ക് ഇവന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാരെ കൂടെ നിന്നാൽ ഭംഗിയായിട്ടെല്ലാം ചെയ്യും. അത് ഒരു പ്രശ്നമായാലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു 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 കോൺട്രിബ്യൂഷൻ ആയാലും ഭംഗിയായിട്ട് ഇവൻ ചെയ്യാൻ പറ്റും. കാരണം ഇവനെ പ്രോത്സാഹിപ്പിക്കാൻ ഇവൻ്റെ കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടായാൽ മതി. അതിൻ്റെ മറ്റൊരു അപകടം എന്ന് പറഞ്ഞാൽ ഇവൻ ഇങ്ങനെയൊരു സാഹചര്യങ്ങളെ അനുസരിച്ച് പോകുന്നൊരു വ്യക്തിയായിട്ട് മാറി. എന്ന് വെച്ചാൽ സ്വന്തമായൊരു നിലപാടില്ലാത്തതുപോലെ തോന്നും.
ഒരു പക്ഷേ വീട്ടിൽ അങ്ങനെ ഒരു വളർന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ തിരിച്ചൊന്നും പറയുന്നില്ല, സ്വന്തമായ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. ഒരു വിഷമം ഉണ്ടായാൽ പോലും അത് വിഷമമായെന്ന് പോലും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതേ സ്വഭാവം കോളേജിൽ അവൻ പഠിക്കുന്ന കൂട്ടുകാരെ കൂടി എടുക്കുമ്പം സ്വന്തമായിട്ടൊരു നിലപാടില്ലാത്തൊരു വ്യക്തിയായിട്ട് മാറി. അവരെന്തു പറയുന്നു അത് ചെയ്തു പോകുന്നു. ഇനി അത് ചെയ്യാതെ വന്നാൽ അവരെന്നെ കൂട്ടത്തിൽ നിന്ന് മാറ്റുമോ എന്നൊരു ചിന്തയാണ് അവനുള്ളത്. ഇതേ കാര്യം തന്നെയാണ് വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ ഇവൻ എല്ലാം അപ്പൻ പറയുന്നത് പോലെ അമ്മ പറയുന്നത് പോലെ എല്ലാം ചെയ്യുന്നു. പക്ഷെ അവൻ അത് ചെയ്യാതിരുന്നാൽ എന്നെ ആ വീടിൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് മാറ്റി നിർത്തുമോ എന്നൊരു ആകുലതയാണ് അവനുള്ളത്. ഞാനത് പറഞ്ഞത് വാസ്തവത്തിൽ അവൻ വീട്ടിൽ ചെയ്ത കാര്യം വളരെ നല്ലതാണ്. പക്ഷെ സംഭവിച്ചത് എവിടെയാണ് ഒന്ന് മാറിപ്പോയത്? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവന് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് മാതാപിതാക്കൾ പറയുന്നത്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന ഒരു ധാരണയില്ലാതെ പോയി. എന്ന് വെച്ചാൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു നന്മയെക്കുറിച്ചോ അല്ലെങ്കിൽ ഗുണത്തെക്കുറിച്ചോ ഇവൻ മനസ്സിലാക്കിയിട്ടില്ല. ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രത്യേകത ഇതാണ്, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കാര്യത്തെ മനസ്സിലാക്കാനോ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ ഏതാണ്ട് ഒരു മെഷീൻ കണക്കായിട്ട് മാറും. ഒരു മെഷീൻ അങ്ങനെയാണ്, അതെന്തിനു വേണ്ടിയിട്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് കൃത്യമായിട്ട് ചെയ്തു പോവുക, അതിനപ്പുറത്തൊന്നുമില്ല. ഇവന് സംഭവിച്ച ഒരു അപകടം അത് തന്നെയാണ്. വീട്ടിൽ അപ്പനും അമ്മയും അല്ലെങ്കിൽ വീട്ടുകാരെ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്തു പോകുന്നു, വളരെ കൃത്യമാണ്. ഇതേ കാര്യം തന്നെ അവൻ കോളേജിൽ ചെല്ലുമ്പോൾ കൂട്ടുകാർ പറഞ്ഞത് അതേപോലെ തന്നെ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സ്വയാവബോധം എന്ന് പറയില്ലേ, ഒരു സെൽഫ് അവയർനെസ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ കഴിവില്ല. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട സമയങ്ങൾ വരുമ്പം അതിനുള്ള ധൈര്യമില്ല. കാരണം വേറെ ആരെങ്കിലും പറഞ്ഞ് ചെയ്ത് ശീലമേ ഉള്ളൂ. അതുകൊണ്ട് ഏതാണ്ട് ഒരു മെഷീൻ കണക്ക് മാത്രമായിട്ട് മാറി. ആരെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യും, അതല്ലാതെ അതിനപ്പുറത്ത് സ്വന്തം ഇനീഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലോ ധൈര്യപൂർവ്വം ചെയ്യാൻ പറഞ്ഞാലോ ഇല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ ഇവന് ധൈര്യക്കുറവുണ്ട്. ആരെങ്കിലോട് സംസാരിക്കാൻ, കാരണം ഇവൻ്റേതായ ആശയം പറയണ്ടേ, ഇവൻ്റേതായ അഭിപ്രായം പറയണ്ടേ. അങ്ങനെയുള്ളവർ ചിലപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കാണും, ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഒരു വിഷയം അവർക്ക് സംസാരിക്കാനില്ല. കാരണം ഒരു വിഷയത്തെക്കുറിച്ച് കേട്ട് അതിന് സ്വന്തം ഒരു അഭിപ്രായം പറയാൻ കഴിയണ്ടേ. ചുരുക്കം പറഞ്ഞ ഒരു രാഷ്ട്രീയ വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രശ്നത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സ്വന്തമായിട്ടൊന്നും പറയാൻ കഴിയുന്നില്ല. അപ്പം അതുകൊണ്ട് ഇവന് സംഭവിച്ചിരിക്കുന്നൊരു കാര്യം, ഇവൻ ഏതാണ്ട് വീട്ടിൽ എല്ലാം അനുസരണയോടെ ചെയ്യുന്നു. പക്ഷേ ആ അനുസരണ ഉള്ളത് കൊണ്ട് മാത്രം ഇവൻ്റെ ജീവിതം മെച്ചപ്പെട്ടു പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാകുന്നത് ഇപ്പോഴാണ്, കോളേജിൽ ചെല്ലുമ്പോഴാണ്. കാരണം അവിടെ എങ്ങനെയാണോ സബ്മിസീവായിട്ട് വീട്ടുകാർ പറയുന്നത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവൻ അവിടെ കൂട്ടുകാരുടെ ഇടയിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നൊരു മാറ്റം വന്നാൽ മാത്രമേ ഇവൻ്റെ ജീവിതം കുറേ കൂടി മെച്ചപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ എവിടെ ചെന്നാലും ഉൾവലിയുന്നൊരു സ്വഭാവം ഉണ്ടാകും. ആരോടും ധൈര്യത്തോടെ സംസാരിക്കാൻ കഴിയുന്നില്ല, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. സമൂഹത്തിലൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറഞ്ഞാൽ പറ്റുന്നില്ല. ഇനി ഇതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ വേറൊരു അങ്ങേയറ്റം ഒരു പ്രശ്നം പിടിച്ചൊരു വശമെന്ന് എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഗ്രൂപ്പിൽ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കി, ഒരു ബഹളം ഉണ്ടാക്കി, ആ ബഹളത്തിൻ്റെ കൂടെ നിൽക്കാൻ ധൈര്യമായിട്ട് കൂടെയുണ്ട്. പക്ഷേ ഒറ്റയ്ക്കൊരു കാര്യത്തെ ഫേസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും ഇതുപോലെ ഈ യുവജന ക്യാമ്പുകൾക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചേക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറയുമ്പം ഒറ്റയ്ക്ക് വിളിക്കുമ്പം പറ്റില്ല. പക്ഷേ ഒരുമിച്ച് വിളിച്ചു കഴിഞ്ഞാൽ റെഡിയാണ്. ഒരു ഗ്യാങ് കൂടെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നിന്ന് ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ, തൻ്റേതായ രീതിയിൽ അതിനെ ഉൾക്കൊണ്ട് താൻ അതിനെ മനസ്സിലാക്കിയ രീതിയിൽ പ്രകടിപ്പിക്കാൻ, അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും താനാണ് ചെയ്തതെന്ന് പറയാൻ കഴിയുന്നൊരു ധൈര്യം ഇല്ലാതെ പോകുന്നു. ഒരു ആത്മധൈര്യക്കുറവ് സംഭവിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? ഒരു പുതിയ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ധൈര്യക്കുറവ് വരുന്നു. ഒരാളോട് സംസാരിക്കാനുള്ള ധൈര്യക്കുറവ് വരുന്നു. വാസ്തവത്തിൽ അത് മാറേണ്ട കാലമായിട്ടുണ്ട്.
ഇപ്പം ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് വല്ലാതെ ആകുലപ്പെടുന്നുണ്ട്. കാരണം അവന് ഇനി ഒരു പുതിയ സാഹചര്യത്തിലേക്ക് വരുമ്പം ഇതുപോലൊരു കൂട്ടുകാർ കിട്ടിയാൽ അവൻ നന്നായിട്ട് പോകും. ഒറ്റയ്ക്കൊരു സാഹചര്യത്തിൽ വന്നാൽ എങ്ങനെയാകും എന്നുള്ളതിനെക്കുറിച്ച് ആകുലതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വീട്ടിൽ മാതാപിതാക്കൾ പറയുന്നത്, ഒരുപക്ഷെ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത്, എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ചിന്താരീതി ഉള്ളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും അടിക്കാൻ പോകുന്ന അവരുടെ കൈകളിൽ ഉപകരണം മാത്രമായിട്ട് മാറിപ്പോകരുത്. പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാണ്. ചില വ്യക്തികളോട്, ചില ചെറുപ്പക്കാരോട് എന്തെങ്കിലും പ്രശ്നത്തിലകപ്പെട്ട നീ എന്തുകൊണ്ടാണ് ചെയ്തെന്ന് വെച്ചാൽ അതൊന്നും എന്നോട് ചോദിക്കരുത്, അതെനിക്കറിയില്ല, അവൻ പറഞ്ഞു ചെയ്യാനായിട്ട് ഞാൻ ചെയ്തു. ചില ഗുണ്ടാപ്രവർത്തനങ്ങളോ ചില അബദ്ധമായ സ്വഭാവ രീതി അല്ലെങ്കിൽ കൂട്ടുകെട്ടുകളോ, ചിലപ്പം ചില ഡ്രഗ്സിൻ്റെ ഉപയോഗത്തിൽ വരുന്ന കൂട്ടുകെട്ടുകളോ നമ്മൾ ചോദിക്കുമ്പം അത് കൂട്ടുകാരന് വേണ്ടി ചെയ്തു. ഞാനെന്ന് പറയുന്ന വ്യക്തി അവിടെ ഇല്ലാതെ മാറി നിൽക്കുന്നു. വലിയൊരു അപകടമാണത്. ചിലപ്പം ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. എനിക്കൊരു അസ്തിത്വമില്ല, ഒരു ഐഡൻറ്റിറ്റി ഇല്ലേ, അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ ഈ പറയുന്നത് പോലെ അതിനൊരു കാരണമായിട്ട് പറയുന്നത് ഈ ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ കിട്ടിയതാണെന്ന് പറയും. പക്ഷെ ഞാനതങ്ങനെ ഒരു ഫാമിലി കോണ്ടെക്സ്റ്റ് പറയാനുള്ള കാരണം, ഇവിടെ നല്ലതെന്ന് കരുതിയത് പുറത്തേക്ക് പോകുമ്പം ഏറ്റവും മോശമായിട്ട് മാറും. അപ്പം ഈ നല്ലതെന്ന് കരുതുന്നത് പോലും നല്ല രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ, അതിനെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അത് അപകടമായിട്ട് മാറും. പറയുന്നത് മുഴുവൻ അനുസരിക്കുന്ന മക്കൾ നല്ലതാണ്, പക്ഷേ അവർ ഇനി ഭാവിയിൽ എവിടെ ചെന്നാലും വേറൊരാൾ പറയാൻ വേണ്ടി നിൽക്കരുത് എല്ലാം ചെയ്യാനായിട്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ചില മക്കളെ കണ്ടിട്ടുണ്ട് വീട്ടിലൊക്കെ, പറയുന്നത് മാത്രമല്ല അതിനപ്പുറത്ത് ചെയ്യാൻ പറ്റും അവർക്ക്. അവർ ചിലപ്പം സ്വന്തമായിട്ട് കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പറയും ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല അവൻ്റെ അടുത്ത്, പക്ഷെ അവനത് ഭംഗിയായിട്ട് ചെയ്തു, ദാറ്റ്സ് ഗുഡ്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നല്ല ജീവിതം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ ചില തെറ്റുകളൊക്കെ സംഭവിക്കും. അപ്പം ചെയ്യേണ്ട കാര്യം അങ്ങനെ വരുന്ന തെറ്റുകളെ തെറ്റാണെന്ന് മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിയുക. ചിലപ്പോൾ ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് പറയുന്ന രീതി അത് ശരിയല്ല. തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് അംഗീകരിക്കാൻ കഴിയുമ്പോഴേ അതിനെ തിരുത്തി നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇവന് ഉണ്ടാകേണ്ട മാറ്റമെന്ന് പറയുന്നത് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ധൈര്യം ഉറപ്പായിട്ട് വേണം. എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് മുഴുവൻ ചെയ്യാമെന്നല്ല. ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും എനിക്ക് എൻ്റേതായ നിലപാടുണ്ട്. ചില ചെറുപ്പക്കാർ വളരെ ധൈര്യത്തോടെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നല്ല കൂട്ടുകാരുണ്ട്, പക്ഷേ എവിടെ വരെ പോകണം എവിടെ വരെ പോകണ്ട എനിക്ക് നന്നായി അറിയാം. ഞാൻ ആരോട് സംസാരിക്കണ്ട എനിക്ക് നന്നായി അറിയാം. ഒരു പരിധി വിട്ട് മാറിക്കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. കാരണം ഞാൻ അങ്ങനെയാണ് വളർന്നത്, ഞാൻ അങ്ങനെയാണ് ശീലിച്ചത്, അതെനിക്ക് ചെയ്യാൻ പറ്റില്ല, എൻ്റെ രീതി ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റുന്നത്. ഒരിക്കലും ഒരു അഹങ്കാരത്തിൻ്റെ അല്ല ഞാൻ പറയുന്നത്, ആരെയും വിഷമിപ്പിക്കാനോ നിഷേധാത്മകമായിട്ട് പെരുമാറാനോ അല്ല. നമുക്ക് നമ്മുടേതായ ചില നിലപാടുകളുണ്ടെന്ന് പറയാൻ പറ്റുന്നുള്ളതാണ്. അങ്ങനെ പറയുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ പെട്ടുപോയെന്ന് പറയുന്ന വാക്കിനപ്പുറത്ത് അത് ഞാൻ ചെയ്തതാണെന്ന് പറയാൻ പറ്റും. പലപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും പ്രശ്നത്തിലാക്കപ്പെട്ട് ഞാൻ പെട്ടുപോയി, ഞാൻ അറിയാതെ പെട്ടുപോയി. അല്ല, നമ്മൾ ഒരു കാര്യം അറിയാതെ ചെയ്യരുത്, അറിഞ്ഞു തന്നെ ചെയ്യണം. എങ്കിലേ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ആത്മവിശ്വാസത്തോടെ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മുടേതായിട്ട് ഏറ്റെടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഈ കുടുംബത്തിൽ വളർന്ന കുട്ടി മനസ്സിലാക്കേണ്ട കാര്യം, അപ്പനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ കുടുംബ സാഹചര്യങ്ങളും എൻ്റെ വിശ്വാസവും എന്നെ പഠിപ്പിച്ച മൂല്യങ്ങൾ എന്തൊക്കെയാണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശരിയായ ഒരു ധാരണാശക്തി ആവശ്യമാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു പക്ഷേ അവൻ ജോലി ചെയ്യുന്ന സ്ഥലമായാലും അവൻ പഠിക്കുന്ന സ്ഥലമായാലും സ്വന്തമായ നിലപാടുകളുണ്ടാകും. ധൈര്യപൂർവ്വം അത് പ്രകടിപ്പിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് നിലപാടും സ്വന്തമായിട്ടുള്ള വാദങ്ങളും ഉണ്ടാകും. അത് പറയുന്നത് ചിലപ്പോഴൊക്കെ ചിലർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാവരും പറയുന്നതിന് നേരെ വിപരീതമായൊരു കാര്യം പറഞ്ഞാൽ സ്വന്തമായിട്ട് നിലപാട് പ്രകടിപ്പിക്കുന്നതായി അല്ല. സ്വന്തമായിട്ട് നിലപാട് പ്രകടിപ്പിക്കുന്നത് എല്ലാവരും പറയുന്നതിന് നേരെ വിപരീതം പറയുന്നതല്ല. നല്ലതാണെന്ന് തോന്നിയാൽ, ബോധ്യമുള്ളതെന്ന് മനസ്സിലാക്കിയാൽ, എനിക്ക് ബോധ്യമായാൽ അതിനെ ഏറ്റുപറയാൻ കഴിയുന്നതാണ് നല്ല നിലപാടെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ തെറ്റിദ്ധാരണ നമ്മുടെ കാലഘട്ടങ്ങൾ, എല്ലാവരും ചെയ്യുന്നതിന് നേരെ വിപരീതം ചെയ്താൽ സ്വന്തമായിട്ട് നിലപാടുള്ള ഒരാളായി, അതും ശരിയല്ല. ചിലപ്പോൾ അങ്ങനെ ഒരു ധാരണയാണ് പൊതുവായിട്ട് കയറി വരുന്നത്. പക്ഷെ അതിന് പകരം ശരി ഏതെങ്കിൽ ശരി അംഗീകരിക്കാൻ പറ്റുക,
തെറ്റേതെങ്കിൽ തെറ്റിനെ തെറ്റാണെന്ന് പറയാൻ പറ്റുക, എനിക്കിഷ്ടപ്പെട്ടത് ഇതാണെന്ന് പറയാൻ പറ്റുക, അല്ലേ? ചില കാര്യങ്ങൾ നമുക്ക് ഡിസഗ്രി, നമുക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ അത് എൻ്റെ സമൂഹത്തിനോ എൻ്റെ കുടുംബത്തിനോ ഉപകാരപ്പെടുന്നതാണെങ്കിൽ അതിനെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ആത്മധൈര്യം വേണം, അല്ലേ? ചിലപ്പോഴൊക്കെ ചില മക്കളൊക്കെ ചില വീട്ടിൽ പൊതുവായ തീരുമാനങ്ങൾ എടുക്കുമ്പം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല, പക്ഷേ അപ്പനത് പറഞ്ഞാൽ ഞാനത് ചെയ്യും. കാരണം അപ്പനത് പറയുന്നു, ഞാനത് മനസ്സിലാക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമുക്ക് ചില നിലപാടുകൾ പറയാൻ പറ്റും. പക്ഷേ ഒരു പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ചില തീരുമാനങ്ങൾ പൊതു നന്മയ്ക്ക് ഉപകരിക്കുന്ന രീതിയിലാക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. അല്ലാതെ ഒരു തെറ്റ് നമ്മൾ അതേപടി ആവർത്തിച്ചാൽ എല്ലാവരും എന്നെ കൈയടിക്കും, എന്നെ ബഹുമാനിക്കും എന്ന് കരുതി അത് ചെയ്യുന്നതിൽ അത്ര ഒരു മാന്യത ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ചെറുപ്പക്കാരന് വരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റേതായ തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കണം. ഞാനൊരു കാര്യം ചെയ്യുന്നത് വേറൊരാൾ ചെയ്തത് കൊണ്ടല്ല, എനിക്കത് ബോധ്യം വന്നുകൊണ്ട്, അല്ലേ? ഞാൻ ചിലപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, ചില സജഷൻസൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ചില വ്യക്തികളെ കുറിച്ച് പറയും. ഞാൻ അവരോട് എപ്പോഴും പറയാറുള്ളൊരു കാര്യം ഇതാണ്, പല കാര്യങ്ങളും നമ്മളിവിടെ കേൾക്കും, പക്ഷേ ഞാൻ എൻ്റേതായിട്ട് ചില തീരുമാനങ്ങളും ബോധ്യങ്ങളും എടുക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയോ? നമ്മളോട് ഇങ്ങനെ പറയുന്ന, ഉപദേശിക്കുന്ന ചില ആളുകളെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ കുറേ കഴിയുമ്പോൾ ഇവരൊന്നും ഇല്ലാത്തൊരു കാലം വരും. ആ സമയത്ത് നമുക്ക് ഒരു തീരുമാനം എടുക്കാനോ ഒരു സ്വന്തമായിട്ട് അഭിപ്രായം പറയാനോ ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനോ വല്ലാതെ ബുദ്ധിമുട്ടും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ സ്വന്തം നിലപാടുള്ള ചെറുപ്പക്കാരുണ്ടാകട്ടെ എന്ന് വെച്ചാൽ, നിലപാടുള്ള ചെറുപ്പക്കാരുണ്ടാകട്ടെ, സ്വാതന്ത്ര്യബോധമുള്ള ചെറുപ്പക്കാരുണ്ടാകട്ടെ എന്ന് പറയുമ്പം എല്ലാത്തിനെയും നിരാകരിക്കാനോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം മാത്രം ചെയ്യാനോ എന്നുള്ളത്, സ്വന്തം ഇഷ്ടം എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. പലപ്പോഴും വിചാരിക്കും സ്വന്തം ഇഷ്ടം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം എന്നുള്ളത് അല്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാനുള്ളതാണ് സ്വാതന്ത്ര്യം, നന്മയെ കണ്ടെത്താനുള്ളതാണ് സ്വാതന്ത്ര്യം, അന്വേഷിച്ചിറങ്ങാനുള്ളതാണ് സ്വാതന്ത്ര്യം. അപ്പം അതുകൊണ്ട് സത്യത്തെ അന്വേഷിക്കുക, നന്മയെ അന്വേഷിക്കുക, ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ പോലും പഠിപ്പിക്കുന്നൊരു കാര്യമാണ്, കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഒരു പക്ഷേ തെറ്റിദ്ധരിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ആ സാഹചര്യങ്ങളിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാനുള്ളൊരു, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യുവജനങ്ങളോട് സംസാരിച്ചപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ, നമ്മുടെ ഇപ്പോഴത്തെ ഗാഡ്ജറ്റ്സുകളുടെ ഒരു ലാംഗ്വേജ് വെച്ച് പറയുകയാണെങ്കിൽ, ദൈവം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നല്ല സോഫ്റ്റ്വെയർ, ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട് നമുക്ക്. അതാണ് നമ്മുടെ മനസാക്ഷി. ദൈവത്തിൻ്റെ സ്വരത്തെ തിരിച്ചറിയാനുള്ളൊരു മനസാക്ഷി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മനസാക്ഷിയോട് ചോദിക്കുക, ഞാൻ ഏതാ ചെയ്യേണ്ടത്? എല്ലാവരും ചെയ്യുന്നതാണ് ഞാൻ ചെയ്യേണ്ടത്? അവർ ചെയ്യുന്നത് ഞാൻ ചെയ്താൽ ശരിയാകൂ? ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. ചില തീരുമാനങ്ങൾ എടുക്കുമ്പം സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ എടുത്തു വച്ചിട്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അത് തന്നെ ഞാൻ തുടരുന്നു. പക്ഷെ ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചോദിക്കണം, എൻ്റെ വീട്, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, ഞാൻ വളർന്ന സാഹചര്യം, ഇതൊക്കെ വെച്ച് നോക്കുമ്പം എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റും. ഈ മനസാക്ഷിയുടെ സ്വരത്തെ തിരിച്ചറിയാൻ കഴിയുമ്പോഴേ സ്വന്തം ജീവിതത്തെ ഏറ്റവും നന്നായിട്ട് ബലപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ നമുക്ക് തോന്നും, ആരൊക്കെ പറഞ്ഞത് ഞാൻ ചെയ്തു, എൻ്റേതായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, എനിക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന ഒരു നഷ്ടബോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ മനസാക്ഷിയുടെ സ്വരം കേൾക്കാൻ കഴിയുക? സ്വന്തം ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ലൊരു ജീവിതമാക്കി തീർക്കാനുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാനേ കഴിയുക. തീർച്ചയായിട്ടും അതിന് കഴിയുന്നത് സത്യത്തോട് ചോദിച്ചാൽ മാത്രമേ സത്യത്തിൽ നിന്ന് നല്ലത് നമുക്ക് കിട്ടൂ. എന്ന് വെച്ചാൽ എന്താണ് സത്യം? ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേ സത്യത്തെ തിരിച്ചറിയാനുള്ള വലിയ കഴിവ് നമുക്കുണ്ടാകും. സത്യത്തെ തിരിച്ചറിയാൻ നമുക്ക് അന്വേഷിച്ചിറങ്ങിയേ പറ്റൂ. ഒരുപക്ഷെ ആത്മീയ പിതാക്കന്മാരാകാം. ആത്മീയ പിതാക്കന്മാരോട് ചേർന്ന് അവർ നൽകുന്ന നല്ല ആത്മീയ ഉപദേശങ്ങളാകാം. നമ്മൾ കേൾക്കണം. കുറേ നന്മകൾ കേൾക്കുമ്പം, കുറേ നല്ല വഴികൾ കേൾക്കുമ്പം അതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാനുള്ളൊരു ഒരവസരം നമുക്ക് കിട്ടും. ഇനി ഈ കേൾക്കുന്ന നല്ല സതുപദേശങ്ങളും ആത്മീയ സാഹചര്യങ്ങളെയും നമുക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിലൊരു ധ്യാനം ആവശ്യമുണ്ട്, അല്ലേ? നമ്മളെപ്പോഴും നമ്മളെ തന്നെ ഒരു ധ്യാനത്തിലേക്ക് നമ്മൾ സമർപ്പിച്ചാലേ റെഡിയാകും. ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരു ദിവസത്തിൽ നമുക്ക് കുറച്ച് സമയമെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. സ്വസ്ഥമായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഇരുത്താൻ പറ്റണം. എങ്കിലേ നമുക്ക് നമ്മളെ കാണാൻ പറ്റൂ, നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനത്തിൻ്റെ നാനാ വശങ്ങളെ കാണാൻ പറ്റൂ. പലപ്പോഴും സംഭവിക്കുന്നത് വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു, ഒന്നിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണയില്ലാതെ പോകുന്നു. അതൊക്കെയാണ് നമുക്ക് തീരുമാനങ്ങൾ പാളിപ്പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട്
ഒരു ധ്യാനം നമുക്ക് ആവശ്യമുണ്ട്. ഒരു ദിവസത്തിലെ ഏതെങ്കിലും ഒരു സമയത്ത്, രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു സമയം സ്വസ്ഥമായിട്ട് എൻ്റെ ജീവിതത്തെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഞാൻ ഇന്നെടുത്ത തീരുമാനങ്ങൾ എത്ര ശതമാനം നന്നായിട്ട് ചെയ്യാൻ പറ്റി, എനിക്ക് ശരിയായിരുന്നു, എത്ര തീരുമാനങ്ങൾ പാളിപ്പോയിട്ടുണ്ട്, ഞാൻ എന്തുകൊണ്ടത് സംഭവിച്ചു. ഇങ്ങനെയൊരു വിലയിരുത്തലുകൾ നടക്കാറുണ്ട്. നമ്മളൊരു ഒരു 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 വ്യവസായ സംരംഭത്തിൽ, ഒരു ബിസിനസ്സിൽ പോലും ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലേ, ഒരു ഏറ്റവും നന്നായിട്ട് നടത്താനായിട്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നല്ലത് അതല്ലേ. അതുകൊണ്ടാണ് നമുക്കൊരു എക്സാമിനേഷൻ കോൺഷ്യസ്, ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് നമുക്ക്. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ സമയം വാസ്തവത്തിൽ എല്ലാ കുടുംബ പ്രാർത്ഥനകളെക്കുറിച്ചും പറയുന്നത് തന്നെയാണ്. സന്ധ്യാസമയമാകുമ്പോൾ ഒരു ദിവസത്തെ മുഴുവൻ നന്ദിയോട് ഓർക്കാൻ കഴിയുന്നു, എന്നിട്ട് നമ്മുടെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു. നാളത്തെ ദിവസം എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം, എന്താണ് ഞാൻ ഇന്ന് ചെയ്തതിൽ അപാകത ഉണ്ടായത്, നാളെ എന്ത് ചെയ്താലാണ് എനിക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ധ്യാനം ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ പറയും, ഒരു പേഴ്സണൽ പ്രെയർ ടൈം നമുക്ക് ആവശ്യമുണ്ട്. സ്വന്തം ജീവിതത്തെ ഒന്ന് നോക്കിക്കാണാൻ കഴിയുന്ന സ്വസ്ഥതയുടെ, ശാന്തതയുടെ ഒരു പ്രാർത്ഥനയുടെ സമയം. ആ ഒരു സമയം കണ്ടെത്താൻ കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ പോകുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ടെന്നറിയോ. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ, ചില ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. വലിയ ആരവങ്ങളൊന്നുമല്ല, അവർ വളരെ സ്വസ്ഥമായിട്ട് അവരുടെ ജീവിതത്തെ ഒന്ന് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നു, ധ്യാനിക്കാൻ ശ്രമിക്കുന്നു. നല്ല നല്ല തീരുമാനങ്ങൾ, വളരെ ക്രിയേറ്റീവായിട്ട്, ഇന്നൊവേറ്റീവായിട്ടുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു, നന്മയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു. അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.